ലൂസ്ലിയ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ സമയം അതിന്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. പക്ഷെ എത്രമാത്രം നമ്മുടെ സമയം നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പലപ്പോഴും പലതരത്തിലുള്ള അലസതകൾക്ക് അടിപ്പെട്ടുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ വ്യർത്ഥമായിട്ട് പാഴാക്കി കളയാറില്ലേ? നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ട സമയം, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ട സമയം, അല്ലെങ്കിൽ നമ്മൾ നിറവേറ്റേണ്ട കടമകൾക്ക് വേണ്ടി കൊടുക്കേണ്ട സമയം നമ്മൾ എത്രമാത്രമാണ് വെറുതെ പാഴാക്കി നഷ്ടപ്പെടുത്തി കളയുന്നത്? ഫോണിന്റെ ഉപയോഗം വഴിയായിട്ട്, അല്ലെങ്കിൽ അലസമായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന വഴിയായിട്ട്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ വഴിയായിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ എത്രമാത്രമാണ് നഷ്ടപ്പെടുത്തി കളയുക? സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം. സമയത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ബോധമുള്ളവരായിട്ട് മാറാം. സമയം അതിന്റെ പൂർണ്ണതയിലെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈശോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. അവസാനം തന്റെ കുരിശുമരണത്തിന് മുമ്പായിട്ട് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അലസമായിട്ട് ഉറങ്ങിയിരുന്ന ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയും എനിക്ക് വേണ്ടി 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാവുന്നില്ലേ? സ്നേഹമുള്ളവരെ, സമയത്തെക്കുറിച്ച് നമുക്ക് കുറെ കൂടി ബോധമുള്ളവരായിട്ട് മാറാം. ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. കുടുംബങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്നവരുണ്ട്, ജോലി സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്നുണ്ട്. എല്ലാ മക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അച്ഛനോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പലതരത്തിലുള്ള അലസതകൾക്ക് അടിപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കുടുംബങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള അലസതകൾക്ക് അടിപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പൗരോഹിത്യ നാമത്തില്, തിരുസഭയുടെ നാമത്തില്, തിരുസഭയുടെ പരിസ്ഥപിതാവായ ലിയോ 14 പാപ്പായുടെ നാമത്തില് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങൾ കഴിയുന്ന എല്ലാ മക്കൾക്കും വിടുതലേക്ക് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ലൂസ്ലിയ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ സമയം അതിന്റെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്തി. നമ്മുടെയൊക്കെ ജീവിതം